നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ ആറാമത്തെ ബ്ലോക്കായ ഗ്രൂപ്പ് ഡൈനാമിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ബിഹേവിയർ എന്ന പാഠഭാഗമാണ്. ആദ്യമായി നോക്കുന്നത് ഇൻഡിവിജ്വൽസ് ഇൻ എ ഗ്രൂപ്പ്. ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ചിന്തകളും അതുപോലെ പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം കാണിക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിനനുസരിച്ചിട്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും അതുപോലെ ആത്മവിശ്വാസത്തോടെയൊക്കെ പ്രവർത്തിക്കാനൊക്കെ പ്രേരിപ്പിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിലാണെങ്കിൽ ആ കൂട്ടായ്മ വ്യക്തിയെ സ്ലോ ഡൗൺ ചെയ്യാനും അതുപോലെ ഒരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ നയിക്കുകയും ചെയ്യും. ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പ്രധാന ആശയങ്ങൾ സഹായിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ അറിയാവുന്ന അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാനുള്ള പ്രവണതയാണ് നമ്മൾ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി വീട്ടിൽ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ അത്ര നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. എന്നാൽ ആ കുട്ടി അവരുടെ കൂട്ടുകാരുടെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാകും. ഇത് ഒരു സോഷ്യൽ ഫെസിലിറ്റേഷന്റെ ഒരു ഉദാഹരണമാണ്. ഇത് കാരണം ഗ്രൂപ്പിൽ ചെറിയൊരു മത്സരബോധവും ഒരു ഉണർവും ഒക്കെ ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുവഴി അവരുടെ പ്രവർത്തനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇടയാകും. ഉദാഹരണത്തിന് ഒരാൾക്ക് പുതുതായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പ്രസംഗം ഒരു വേദിയിൽ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആളുകളുടെ മുന്നിൽ പറയുമ്പോൾ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയോ ഉണ്ടാവാം. അത് ഈ ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും. അടുത്തതാണ് സോഷ്യൽ ലാഫിംഗ്. ഗ്രൂപ്പിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ചിലർ മറ്റുള്ളവർ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യും എന്നുള്ള ഒരു പ്രവണതയില് സ്വന്തം പരിശ്രമം കുറയ്ക്കുന്ന പ്രവണതയാണ് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റില് ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ അവര് വളരെ കുറച്ച് ചെയ്യുള്ളൂ, എല്ലാരും ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ചെയ്യും എന്നുള്ള ഒരു മോട്ടീവില് അവര് വളരെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് ആ ഒരു ഗ്രൂപ്പിന്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നയിക്കുക. ഇത് ഒഴിവാക്കാൻ ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ചുമതലകളും അതുപോലെ ഉത്തരവാദിത്വം നൽകുന്നത് സഹായിക്കും. ഇനി അടുത്തതാണ് ഡി ഇൻഡിവിജ്വലൈസേഷൻ. ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറഞ്ഞാല് വലിയ കൂട്ടത്തില് അല്ലെങ്കിൽ പേരറിയാത്ത സാഹചര്യങ്ങളില് ആളുകൾ സാധാരണ ചെയ്യാത്ത രീതിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെയാണ് അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന അവസ്ഥയെയാണ് നമ്മൾ ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഉദാഹരണത്തിന് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പേരറിയാതെ അല്ലെങ്കിൽ പേരറിയില്ല എന്നുള്ളത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്, അതുപോലെ വലിയ കൂട്ടത്തോടൊക്കെ നിൽക്കുമ്പോൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൂവുന്നത്, ഇതൊക്കെ ഈ ഒരു ഡി ഇൻഡിവിജ്വലൈസേഷന്റെ ഉദാഹരണങ്ങളാണ്. ഇതെന്താന്ന് വെച്ചാൽ അവരെ ആരും തിരിച്ചറിയില്ല എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് വ്യക്തിയുടെ നിയന്ത്രണം കുറയ്ക്കുകയും അതായത് ഒരു കൂട്ടായ്മയുടെ സ്വാധീനത്തിൽ പെരുമാറാനും കാരണമാകും. ഇനി അടുത്തതാണ് കോൺസിക്വൻസ് ഓഫ് ബിലോങ്ങിങ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതിന്റെ പോരായ്മകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തതാണ് പെർഫോമൻസിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൽ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ ചിലര് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ടീമിൽ കളിക്കുമ്പോൾ, ഒരു ഫുട്ബോൾ ടീമിൽ കളിക്കുമ്പോൾ പ്രേക്ഷകരുടെയൊക്കെ മുന്നിൽ കൂടുതൽ ഉത്സാഹത്തോടെ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ ചിലര് എന്റെ പ്രവർത്തനം ആരും കാണുന്നുണ്ടാവില്ല, ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്നെ മാത്രമായിട്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവരുടെ പെർഫോമൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നോക്കും. ഇങ്ങനെ വരുമ്പോ അത് ഗ്രൂപ്പിന്റെ മൊത്തം എന്താ പറയാ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഇങ്ങനെ കുറച്ച് പ്രവർത്തിക്കുന്ന കാരണം അവരുടേതായിട്ടുള്ള
സംഭാവന കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു മൊത്തമായിട്ടുള്ള ആ ഗ്രൂപ്പിന്റെ പെർഫോമൻസിന് അത് കുറയ്ക്കും. ഇനി അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ്. ഗ്രൂപ്പിൽ പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനാൽ സാധാരണയായിട്ട് നല്ലതും പൂർണ്ണവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷെ ചിലപ്പോ ഈ ഗ്രൂപ്പ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്താന്ന് വെച്ചാല് നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്താലും അത് നമുക്കറിയുന്നുണ്ടാവും അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലും ഗ്രൂപ്പിന്റെ ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു തീരുമാനത്തോട് നമ്മൾ യോജിച്ചു പോകുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നമാണ് ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ചർച്ചകൾ ചിലപ്പോ അംഗങ്ങളുടെ അഭിപ്രായങ്ങളെ കൂടുതൽ കടുത്തതായിട്ട് മാറും. അതിലൂടെ തീരുമാനങ്ങൾ അതിരൂക്ഷമായിട്ട് എടുക്കാനും സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് കോപ്പറേഷൻ. ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ആശ്രയിച്ച് അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്നതിനെയാണ് നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുന്നത്. നല്ല കോപ്പറേഷൻ അല്ലെങ്കിൽ നല്ല സഹകരണം ഉണ്ടെങ്കിൽ പ്രവർത്തന ഫലം അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് കൂടും. ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ടീമിൽ എല്ലാ കളിക്കാരും സഹകരിച്ചാല് അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ടീം ജയിക്കാൻ വേണ്ടിയിട്ട് അവരെ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വാസം കുറയുകയോ അല്ലെങ്കിൽ ചുമതലകൾ ഏതെങ്കിലും വ്യക്തമല്ലാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു സഹകരണം നമുക്ക് കുറയും. ഇതുമൂലം തെറ്റിദ്ധാരണകളും അതുപോലെ നമ്മുടെ ഒരു പ്രവർത്തന തടസ്സങ്ങളും ഉണ്ടാവാം. അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന തർക്കങ്ങള്, ഇതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്, കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല തരത്തിലുണ്ടാവുന്ന തർക്കങ്ങൾ, അതായത് ആരോഗ്യകരമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഹാം ചെയ്യാത്ത രീതിയിലുള്ള തർക്കങ്ങളെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇത് എന്താ പറയാ, ഹാംഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെയാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. സൗഹൃദപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുതിയ ആശയങ്ങൾക്കും നല്ല പരിഹാര മാർഗങ്ങൾക്കും കാരണമാവും. പക്ഷെ തുടർച്ചയായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുകയും അതുപോലെ ഗ്രൂപ്പിന്റെ ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിസോൾവ് ചെയ്യണം. ഈ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ സത്യസന്ധമായിട്ടും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, എല്ലാവരും ചേർന്ന് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക, ആവശ്യമെങ്കിൽ നമ്മളൊരു തേർഡ് പാർട്ടി മുഖേന ഒരു മീഡിയേഷൻ, ഒരു മധ്യസ്ഥത നടത്തുക, പരസ്പരം ചർച്ചകൾ എല്ലാം നടത്തുക, ഒരു ടീം സ്പിരിറ്റ് വളർത്തിയെടുക്കുക, മത്സരബോധം കുറയ്ക്കുക, ഓരോരുത്തരുടെയും ചുമതല വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക, നല്ല പിന്തുണയുള്ള ഗ്രൂപ്പ് സംസ്കാരം വളർത്തുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഈ കോൺഫ്ലിക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻ. വ്യത്യസ്ത സാമൂഹിക, സാംസ്കാരിക, പ്രായ അല്ലെങ്കിൽ ലിംഗ വിഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളാണ് നമ്മൾ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പുകൾ തമ്മിൽ ബന്ധം, ആളുകളുടെ പെരുമാറ്റം, സമീപനം, അതുപോലെ അഭിപ്രായങ്ങൾ, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കോളേജിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോ ഇവരെല്ലാവരും കൂടിയങ്ങാണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ മുതിർന്നവര് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവര് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും എംപ്ലോയീസ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ. ഇതിനെയാണ് നമ്മൾ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പര ബഹുമാനവും അതുപോലെ ഒരു ഏകത്വ ബോധവും ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അല്ലെങ്കിൽ പരസ്പരം എന്തുണ്ടാവും, ഒരു വേർതിരിവും അല്ലെങ്കിൽ ഒരു മത്സരബോധവും ഒക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ സഹകരണത്തോടെയുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് പറയുന്നത് ഇന്റർ ഗ്രൂപ്പ് റിലേഷന്റെ നേച്ചർ ആണ്. ഇന്റർ ഗ്രൂപ്പ് റിലേഷന്റെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ഗ്രൂപ്പ് കാറ്റഗറൈസേഷൻ. മനുഷ്യർ സ്വന്തമായിട്ടും മറ്റുള്ളവരെയും ചില ഗുണങ്ങൾ അനുസരിച്ച് വിവിധ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കും.
ഇപ്പൊ ഇതില് ഇൻ ഗ്രൂപ്പ് എന്നും, അതായത് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് എന്നും, അവർ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്നും ഉള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വന്തം ഗ്രൂപ്പിനോട് കൂടുതൽ ഒരു എമ്പതിയും ഒരു വിശ്വാസമൊക്കെ കാണിക്കുകയും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പിനോട് ഒരു മത്സരബോധം കാണിക്കുകയും കാരണമായിട്ടുണ്ടാവും. അടുത്തതാണ് ഗ്രൂപ്പ് ഐഡന്റിറ്റി. ഗ്രൂപ്പ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം അവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അതായത് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ആർമിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോ ധൈര്യം അല്ലെങ്കിൽ സഹിഷ്ണുത ഇതൊക്കെ അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പ് മികച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവർ പറഞ്ഞ ഒരു വ്യത്യാസം ഒരു വിഭജനത്തിനൊക്കെ വേണ്ടിയിട്ട് നയിക്കും. ഇനി അടുത്തതാണ് പവർ ആൻഡ് ഡോമിനേഷൻ. ചില ഗ്രൂപ്പുകൾക്ക് സമൂഹത്തിൽ അധികാരവും അതുപോലെ സാമ്പത്തിക ശക്തിയൊക്കെ കൂടുതലായിരിക്കും. ഇതുമൂലം മറ്റു ഗ്രൂപ്പുകൾ എന്തുണ്ടാവും, ഒരു ബാക്ക്ഔട്ട് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഇത് നമ്മള് അസമത്വം, വിവേചനം, അതുപോലെ അടിച്ചമർത്തൽ ഇതിനൊക്കെ കാരണമായിരിക്കും. ഈ പവർ എന്ന് പറയുന്ന സാധനം ഏത് ഗ്രൂപ്പിനാണോ കൂടുതലുള്ളത് അവർ ഈ പവർ കുറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാവും. അപ്പോ അതിന്റെ ഒരു ഈ ഇന്റർ ഗ്രൂപ്പിൽ എന്തുണ്ടാകും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവര് പ്രയത്നിക്കുമ്പോൾ ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ജാതിയോ മതമോ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തർക്കങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു പൊതു ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സഹകരണം ഉണ്ടാവും. ഇപ്പോ അതായത് ഈ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പൊതു ലക്ഷ്യം, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുന്നതിലൂടെ ഈ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായതുമായിട്ടുള്ള പൊതുവായിട്ടുള്ള ധാരണയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തത് പ്രെജുഡീസ് എന്ന് പറഞ്ഞാല് വ്യക്തിപരമായിട്ട് അനുഭവം ഇല്ലാതെ തന്നെ ഒരു ഗ്രൂപ്പിനോട് ഒരു പ്രത്യേക മുൻവിധിയോടെ പെരുമാറുന്നതിനെയാണ് നമ്മൾ പ്രെജുഡീസ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല് ഈ പ്രെജുഡീസിന്റെയും സ്റ്റീരിയോ ടൈപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് അനീതിയായിട്ട് പെരുമാറുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ വ്യക്തിഗതമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടൊക്കെ ഇത് ദോഷകരമായിട്ടും ബാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഒരു ഗ്രൂപ്പിലെ മൂല്യങ്ങളും ആചാരങ്ങളും മറ്റു ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ള ഗ്രൂപ്പുകളെ കൂടെ അവരുടെ പ്രവർത്തനങ്ങളെ കൂടെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പറയുന്നത്. കൂട്ടായ പ്രവർത്തനം പരസ്പര ബഹുമാനം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അവര് അങ്ങനെ ആയിരിക്കും. അതുപോലെ കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങളും വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നാൽ കൂടുതലും ഈ മത്സരത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത് എങ്കിൽ അത് കൂടുതലും ഒരു വിഭജനത്തിനും അതുപോലെ കോൺഫ്ലിക്റ്റിനും ഒക്കെ ആയിട്ടായിരിക്കും കാരണമാകുന്നുണ്ടാവുക. ഇനി അടുത്തതാണ് ബയാസസ് ഇൻവോൾവ്ഡ്. മനുഷ്യർ സാധാരണയായിട്ട് സ്വന്തം ഗ്രൂപ്പിനോട് കൂടുതൽ ഒരു അനുകൂലതയും മറ്റുള്ള ഗ്രൂപ്പിനോട് ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു കുറവായിട്ടുള്ള ഒരു സൗഹൃദമായിട്ടായിരിക്കും കാണിക്കുക. ഇതിനെയാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് ബയാസും ഔട്ട് ഗ്രൂപ്പ് ബയാസും എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗ്രൂപ്പിനോടായിരിക്കും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഗ്രൂപ്പ് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനെയാണ് ഇൻ ഗ്രൂപ്പ് ബയാസ് എന്ന് പറയാം. ഔട്ട് ഗ്രൂപ്പ് ബയാസ് എന്ന് പറഞ്ഞാല് മറ്റുള്ള ഗ്രൂപ്പ് എപ്പോഴും എന്താണ്,
ഇപ്പൊ ഞാൻ ഉൾപ്പെടാത്ത ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എപ്പോഴും നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അത് നല്ല ഗ്രൂപ്പ് ആയിരിക്കാം. ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കണേനാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പ് ബയാസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇവ ഒരു ഇംപ്ലിസിറ്റ് ബയാസ് അല്ലെങ്കിൽ ഒരു മനസാക്ഷി ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. ഇത് നമ്മുടെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ സത്യസന്ധത കുറയ്ക്കാനും കാരണമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് റിസോൾവിങ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തതാണ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ്. വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ നേരിട്ട് ഇടപഴകുമ്പോൾ മുൻവിധിയും വൈരാഗ്യവും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ളവര് കൂടുതൽ സഹകരിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവര് ഇടപഴകുമ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇത് ഫലപ്രദമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇരു വിഭാഗക്കാർക്കും, രണ്ട് ഗ്രൂപ്പുകൾക്കും തുല്യ സ്ഥാനം നമ്മൾ ഉണ്ടായിരിക്കണം. അതുപോലെ പൊതുവായ ലക്ഷ്യം വേണം, സഹകരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം, സമൂഹത്തിന്റെ പിന്തുണയും ലഭിക്കണം. ഉദാഹരണം, വിവിധ സമൂഹങ്ങൾ ചേർന്ന് നടത്തുന്ന കമ്മ്യൂണിറ്റി സർവീസ് പ്രവർത്തനങ്ങളൊക്കെ ഒരു പരസ്പര ബഹുമാനം വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് സബോർഡിനേറ്റ് ഗോൾസ്. രണ്ട് ഗ്രൂപ്പുകൾക്കും ഒരുമിച്ച് മാത്രം നേടാവുന്ന ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അവർ സഹകരണത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് പറയുന്നത് റോബേർട്സ് കേവ് എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തില് കുട്ടികൾ തമ്മിലുള്ള മത്സരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ചേർന്ന് ക്യാമ്പിലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വീണ്ടും കൊടുത്തതിലാണ് ഈ ഒരു പരീക്ഷണത്തിൽ പറയുന്നത്. ഇത് കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് പൊതുവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഈ വെള്ളം വിതരണം ചെയ്യുന്നതായിരുന്നു. അത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ സബോർഡിനേറ്റ് ഗോൾസിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇനി അടുത്തതാണ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ് ആൻഡ് എംപതി ട്രെയിനിങ്. മറ്റു ഗ്രൂപ്പുകളുടെ ആളുകളുടെ അനുഭവവും കാഴ്ചപ്പാടും പഠിക്കുന്നത് നമ്മളുടെ മുൻവിധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതിലൂടെ പരസ്പര സംസാരം ഒക്കെ ഇത് പ്രോത്സാഹിപ്പിക്കും. അപ്പൊ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുന്നതും അതുപോലെ അവരോട് കൂടുതൽ എംപത്തറ്റിക്കലി ആയിട്ട് നമ്മൾ പെരുമാറുന്നതൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് ഇന്റർ ഗ്രൂപ്പ് ഡയലോഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഒക്കെ തെറ്റിദ്ധാരണകൾ കുറച്ച് ഇരു ഗ്രൂപ്പുകൾക്കും, രണ്ട് ഗ്രൂപ്പുകൾക്കും ചേർന്ന് പരിഹാരങ്ങൾ കണ്ടെത്താനും അതുവഴി കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ ചിലപ്പോൾ ഒരു മീഡിയേറ്ററിന്റെ സഹായം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതാണ് ബാർഗെയിനിങ് ആൻഡ് നെഗോസിയേഷൻ. റിസോഴ്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾസ് സംബന്ധിച്ചിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയും അതുപോലെ പരസ്പര വിട്ടുവീഴ്ചയും ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ബാർഗെയിനിങ് ആൻഡ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഈ ചർച്ചകളും ഈ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതിൽ ഇരു വിഭാഗക്കാർക്കും നീതിയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം ഇത് നടത്തേണ്ടത്. ഇനി അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോളിസി ലെവൽ ഇന്റർവെൻഷൻസ്. സമത്വം ഉറപ്പാക്കുന്ന നിയമങ്ങള്, അതുപോലെ വൈവിധ്യം ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികള്, എല്ലാ ഗ്രൂപ്പുകളെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയവയൊക്കെ നമുക്ക് ദീർഘകാലത്തേക്കുള്ള കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത്. താങ്ക് യു.